വഞ്ചിയൂരിൽ സിപിഐഎം ഏരിയ സമ്മേളനത്തിന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. സിപിഐഎം കുന്നംകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലായിരുന്നു വിജയരാഘവന്റെ പരാമർശം. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ടാണ് റോഡ് വക്കിൽ സ്റ്റേജ് കെട്ടിയതെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. റോഡിൽ സ്റ്റേജ് കെട്ടിയപ്പോഴേക്കും കോടതിയിൽ പോയവർ നാട്ടിലെ ട്രാഫിക് ജാമൊന്നും കാണുന്നില്ലേ എന്ന് വിജയരാഘവൻ ചോദിച്ചു. ഗ്രൗണ്ട് കിട്ടാത്തതുകൊണ്ട് റോഡ് വക്കത്ത് ഒരു സ്റ്റേജ് കെട്ടി. അതിന്റെ പേരിൽ കേസെടുക്കാൻ സുപ്രീം കോടതിയിൽ പോയി. അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണം? ഇവരെല്ലാം കൂടി കാറിൽ പോകേണ്ട കാര്യമുണ്ടോ? നടന്നു പോയാൽ പോരെ? പണ്ടൊക്കെ നമ്മൾ നടന്നു പോകാറില്ലേ? ഇത്ര വലിയ കാറ് വേണോ? ചെറിയ കാറിൽ പോയാൽ പോരെ? വിജയരാഘവൻ ചോദിച്ചു. 10 മനുഷ്യൻ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോരെ? എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നുപോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാറ് പോയപ്പോ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ? മെല്ലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോ ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറക്കെടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോകുക, അങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പൊക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളൂ, കാറ് പോയിക്കോട്ടെ. ഇവർ ഏറ്റവും വലിയ കാറിൽ പോകുമ്പോൾ അത്രയും സ്ഥലം പോവുകയല്ലേ? 25 കാറ് കിടക്കുമ്പോൾ ആലോചിക്കേണ്ടത് 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആള് കിടക്കുന്നു എന്നാണ്. ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. അമ്മായിയമ്മേനെ കാണാൻ പോകുകയാണ്. വർത്താനം പറയാനും സല്ലപിക്കാനുമാണ് പലരും പോകുന്നത്. അത്യാവശ്യക്കാർ കുറവായിരിക്കും. കാറിൽ പോകുന്നതിന് താൻ എതിരല്ല. എന്നാൽ പാവപ്പെട്ടവന് സമ്മേളനം നടത്താനും കുറച്ച് സ്ഥലം അനുവദിച്ചു തരണമെന്ന് വിജയരാഘവൻ പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി.